ആർക്കും കിട്ടാത്ത ഈ വലിയ മഹാത്ഭുതം നേരെ കണ്ണിന്റെ മുമ്പിലാണ്. കണ്ടപ്പോ തന്നെ ഉടനെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. ലിയബ്ലുവനി, അവൻ എന്നെ പരീക്ഷിക്കുകയാണ്. സുലൈമാൻ ആഷ്കുറു, സുലൈമാൻ എന്ന ഞാൻ ഇതിവിടെ ഹാജരാക്കി എനിക്ക് വലിയ ഫദ്ല് തന്ന് എന്നെ മഹത്വപ്പെടുത്തിയ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ശുക്റുള്ളവനാകുന്നുണ്ടോ, അമ്മ കുഫുർ, അതോ ഞാൻ നന്ദി കേട് കാണിക്കുന്നവനാണോ എന്ന് എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കാനാണ്. എന്റെ ബാധ്യത കൂടുന്നു എന്നർത്ഥം. എന്റെ ഉത്തരവാദിത്തം മേൽക്കുമേൽ വർദ്ധിക്കുകയാണ് എന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അതിലൂടെ സമ്മതിക്കുകയാണ്. എല്ലാവർക്കും അങ്ങനെയാണ്. നമുക്ക് എത്രത്തോളം നിഅമത്തുകൾ കിട്ടുന്നോ അത്രയും നമുക്ക് പരലോക കോടതിയിൽ വിചാരണക്കും താമസം ഉണ്ടാവും. ഒന്നുമില്ലാതെ എയർപോർട്ടിലേക്കാണ് പോകുന്നവന് ഗ്രീൻ ചാനലിലൂടെ പോകാൻ ഒരു പേടിയില്ലല്ലോ. ലഗേജ് ധാരാളം ഉള്ളവനാണ് ബേജാറ് തുടങ്ങുക. മറ്റോന്റെ പെട്ടി ഇങ്ങനെ പൊട്ടിക്കുന്ന കാണുമ്പോൾ ഇവിടെ നമ്മളെ നെഞ്ചും ഇങ്ങനെ പൊട്ടിലടങ്ങും. ഇനിയിപ്പോൾ എൻ്റെത് എന്താ ആകുവാനാവോ? ഇത് നമ്മളെ ദുന്യാവിലെ എപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന, പ്രവാസികളായ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റോനെ നിർത്തി കുറച്ചേരം എന്തെങ്കിലും ചോദ്യം ചെയ്യണ്ടേ, ഇപ്പോൾ ബനും ബേജാറായി തുടങ്ങി. ഇപ്പം എൻ്റെ പെട്ടിയിൽ എന്താണല്ലോ ആവോ, നേരം വേകുവാനാവോ, ഇങ്ങനെയൊക്കെ ബേജാറ്. ഒന്നുമില്ലാത്തവനെന്താ, ഓനെ ഇറങ്ങി നേരെ പാസ്പോർട്ട് സീലും കുത്തിയാളോ പോന്ന് പറഞ്ഞു. ഓൻ നേരെ പോയി, അവൻ്റെ വണ്ടി കയറിപ്പോയി. 4 കിലോമീറ്റർ എത്തുമ്പോൾ അവൻ്റെ വെട്ടിപ്പുറത്ത് ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മടിക്കനുള്ളവനാണ് പേടിക്കേണ്ടതെന്ന് പറയില്ലേ? അപ്പോൾ പരലോകത്തെത്തുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടെ എത്ര കൂടുതൽ കിട്ടിയോ അത്രയും അവിടെ കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ടാണ് എൻ്റെ ഉമ്മത്തിലെ ഫുഖറാകളായ ആളുകൾ, അവർ എൻ്റെ ഉമ്മത്തിലെ സമ്പന്നരേക്കാൾ 500 വർഷത്തെ വഴിദൂരം മുമ്പേ അവർ സ്വർഗത്തിലേക്ക് കടക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അത് കുറച്ച് ഹിസാബ് പറയണ്ടാവും, ഇത് കുറച്ച് കണക്ക് പറയാണ്ട്. വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബ്ത, സമ്പത്തിനെ കുറിച്ച് എവിടുന്നാടോ കിട്ടിയത്, എവിടുന്നാ ഉണ്ടാക്കിയത്, ഏത് വഴിക്കാ വന്നത്, വഫീമ അൻഫഖ്ത, എവിടുക്കാ ചെലവഴിച്ചത്, അത് ഓരോന്നോരോന്നിങ്ങനെ പറയണ്ടേ, അത് പറയണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിഅമത്തുകളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഓർമ്മ വേണം, ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും. അല്ല സുമ്മല തുസ്സലുന്ന യൗമൈദിന് നല്ലൊരു ഭക്ഷണം കഴിച്ചതിനിപ്പോൾ അവിടെ മറുപടി പറയണമെന്നാണ്. നല്ലൊരു ഭക്ഷണം കഴിച്ചതിനാണ് അള്ളാന്റെ റസൂല് പറയുന്നത്, ഇതിനവിടെ കണക്ക് പറയണമെന്ന്. അപ്പൊ എത്രത്തോളം വലിയ നിഅമത്തുകളാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ന മഹാനായ രാജാവായ ആ പ്രവാചകൻ പോലും ആ സമയത്തും ഓർക്കുകയാണ്, ഹദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ. എന്നിട്ട് അത് പിന്നെ പറയണു വമൻ ശകറ, എന്താ അത് ഇത്ര പേടിക്കേണ്ട കാര്യം എന്താ? വമൻ ശകറ, ആര് നന്ദി കാണിക്കുന്നുവോ, ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, തീർച്ചയായും അവൻ തനിക്ക് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. ആരെങ്കിലും ജീവിതത്തിൽ ശുക്ർ കാണിച്ചാൽ അതിൻ്റെ മേന്മ ആർക്കെന്നെയാണ്? നമ്മൾ ശുക്രോട് കൂടെ ജീവിച്ചാൽ നമ്മളെ പരലോകത്തിന് നമുക്ക് ഹൈർ, നമ്മളെ മരണം നന്നാവും, നമ്മളെ ഖബറിൽ സുഖം ഉണ്ടാവും, നമ്മൾ മഹ്ശറുൽ സിറാത്തിലൂടെ കുതിച്ചു പോയാൻ കഴിയും, നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. ഇങ്ങനെ ആര് നന്ദി കാണിക്കുന്നുവോ അതുകൊണ്ടുള്ള എല്ലാ മേന്മയും ആർക്ക് തന്നെയാണ്? തനിക്ക് തന്നെയാണ്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞില്ലേ, മനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി, ആര് സന്മാർഗത്തിലാകുന്നുവോ അവൻ സന്മാർഗത്തിലായതുകൊണ്ടുള്ള നേട്ടം ആർക്ക് തന്നെയാണ്? തനിക്ക് തന്നെയാണ്. വമൻ ളല്ല ഫഇന്നമാ യദില്ലു അലൈഹ, ആരെങ്കിലും പഴച്ചാലും അതിന്റെ ദോഷം അവരവർക്ക് തന്നെയാണ്. അതേ ആശയമാണ് ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാം. കണ്ടോ, ഫഇന്നമാ യശ്കുറു ലിനഫ്സി, ആരെങ്കിലും തനിക്ക് കിട്ടിയ നിഅമത്ത് നമ്മൾ ഓർക്കുക. നമുക്ക് എത്ര കുറഞ്ഞ നിഅമത്താവട്ടെ വലിയ നിഅമത്താവട്ടെ, വലിപ്പച്ചെറുപ്പൊന്നും അള്ളാന്റെ അടുക്കൽ പ്രശ്നമില്ല. കിട്ടിയതിന് നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ നിങ്ങളൊക്കെ പരിശോധിക്കേണ്ടത്. നമ്മളെപ്പോഴും അത് പരിശോധിക്കണം. അത് പരിശോധിക്കുക മാത്രമല്ല, ആ ശുക്ർ യഥാവിധി നിർവഹിക്കാനുള്ള തൗഫീഖിന് വേണ്ടി റബ്ബിനോട് മനസ്സറിഞ്ഞ് തേടും വേണം.